ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ ബിഗ് ബോസിന്റെ 7 സീസണുകൾ, ഈ കഴിഞ്ഞ 6 സീസണുകൾ ഉൾപ്പെടെയുള്ള 7 സീസണുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതുവരെയും കാണാത്തൊരു വ്യത്യസ്തമായൊരു ഫ്രണ്ട്ഷിപ്പാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷിന്റെയും ഷാനവാസിന്റെയും ഇടയിൽ വന്നിട്ടുള്ളത്. ആദ്യ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന 2 പേര്, ഉള്ളില് ആ ഒരു സ്നേഹവും ആ ഒരു കൂട്ടുകെട്ടൊക്കെ വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തിരുന്ന ഇവർ 2 പേരും ഇപ്പോ ഈ ഒരു ബിബി ഹോട്ടൽ ടാസ്കിലേക്ക് വന്നെത്തി നിൽക്കുന്ന സമയത്ത് ഒന്നിച്ച് നിന്നാണ് ഗെയിമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്, ഓരോ കാര്യങ്ങളൊക്കെ ഗെയിമൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അതിഥികളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, ഹോട്ടലിന്റെ ഓണർമാരുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം. ഇവർ 2 പേരും ഹോട്ടലിലെ മറ്റേ തൂപ്പുകാരാണ്, സർവൻസ് ആണ്. എങ്ങനെയൊക്കെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയാലാണ് കോണ്ടന്റ് കിട്ടുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ മറ്റേ സ്റ്റാർ ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്ത് കിട്ടിയാലും പകുതി പകുതി ഷെയർ ചെയ്യും എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടാണ് ഒരു ഈ ഒരു ടാസ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഇതുവരെയും കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി ആയിട്ടൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കോംബോ. ആ ഒരു കോംബോക്ക് ഇപ്പോൾ ജനങ്ങൾ ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്, ഷനീസ് കോംബോ. ഈ ഷനീഷ് കോംബോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാനവാസിന്റെ ഷായും അനീഷിന്റെ ഇഷും കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന ഷനീഷ് എന്ന് പറയുന്ന ഒരു കോംബോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നമ്മുടെ റിയാസ് സലീമിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അനീഷിനെ കൊണ്ട് നമ്മുടെ ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് ഉള്ള രീതിയിൽ ഇപ്പൊ പറയിപ്പിക്കണമെന്നുള്ള രീതിയിൽ. അതൊക്കെ ചെയ്തിട്ടോ ഏറ്റവും അവസാനം അനീഷ് ആദ്യമൊക്കെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു, പിന്നെ ഏറ്റവും അവസാനം ചിരിയായി കളിയായി ഏറ്റവും അവസാനം പുള്ളിക്കാരനത് പറഞ്ഞു. അത്രയും മനോഹരമായിട്ട് എല്ലാവരും ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ്. അതിനകത്ത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും വെറൈറ്റി ആവാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അനീഷ് ആദ്യം ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകാനായിട്ട് അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ് അനീഷിന്. പക്ഷേ ബിഗ് ബോസ് ഹൗസിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അനീഷിന് ഒരു താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഷാനവാസിന്റെ കേസിൽ മറ്റുള്ള ഒരു കണ്ടസ്റ്റന്റിനും ഹെയ്റ്റേഴ്സ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഷാനവാസ്. അതായത് മറ്റുള്ള ഒരു കണ്ടസ്റ്റന്റിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നൂറ ആദില ടീം, അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷ് അടങ്ങുന്ന ഒരു ടീം, അതുപോലെ അക്ബർ, നമ്മുടെ റെന ഫാത്തിമ, ബിന്നി സെബാസ്റ്റ്യൻ, ഇവരൊക്കെ അടങ്ങുന്ന ടീം, ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഷാനവാസിന് ഇഷ്ടമല്ലാത്ത ആരും ആ ഒരു ബിഗ് ബോസ് ഹൗസിലില്ല. പക്ഷേ ഷാനവാസിന് ഏറ്റവും അധികം സംസാരിക്കാനായിട്ട് താല്പര്യമുള്ളതും ഏറ്റവും അധികം ഇന്ററാക്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളതായിട്ടൊരു കണ്ടസ്റ്റന്റ് അനീഷ് തന്നെയാണ്. അപ്പോൾ ഷാനവാസിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, അത് ഭയങ്കര ജെന്യുവിൻ ആയിട്ടാണ് ഷാനവാസ് അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അനീഷിനെ ഏറ്റവും അവസാനം പിടികിട്ടുകയും അനീഷ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോവുകയും ഈ ഒരു ബി ഹോട്ടലിൽ 2 പേരും കൂടി ഒരു ഗെയിമൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കരമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് എങ്ങനെ വേണം, ഈ പോയിന്റുകളൊക്കെ എങ്ങനെ കിട്ടും, കോണ്ടന്റുകൾ എവിടെ കിട്ടും, അതിഥികളോട് എങ്ങനെ നിൽക്കണം, ഹോട്ടലിൻ്റെ ഓണർമാരോട് എങ്ങനെ നിൽക്കണം, ഹോട്ടലിൽ മറ്റുള്ള ജോലിക്കാരോട് എങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിൽ ഒരു വെറൈറ്റി കോംബോ ആണ് നമ്മുടെ ഷനീഷ് കോംബോ. ഷാനവാസും അനീഷും ഭയങ്കര ഒരുപാട് എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പ്ലെയേഴ്സാണ്. ഒരുപാട് ഫാൻ ബേസ് ഉള്ളവരും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ളവരുമാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഈ പറയുന്ന പ്ലെയേഴ്സ് തന്നെയാണ് നമ്മുടെ ഷാനവാസും അനീഷും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഷനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്